സെലക്ട് ചെയ്ത ഡിസൈന് എല്ലാവരും ചേർന്ന് പൂക്കളമാക്കി ഒരുക്കും. ആ പൂക്കളം പിക്കെടുത്ത് അയക്കും. മികച്ച പൂക്കളത്തിന് ഒരു പ്രൈസ് ഉണ്ടാവും. ഡിസൈൻ ചെയ്യാൻ ഋതിക വലിയ മിടുക്കിയ. ഋതിക ഡിസൈൻ ചെയ്യും. ചേട്ടാ, എന്റെ കയ്യിൽ കാശൊന്നുമില്ല. മില്ലിൽ നിന്നും ബിസിനസ് ആവശ്യത്തിന് വച്ചിരിക്കുന്നതിൽ നിന്നോ കുറച്ച് കാശെടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാ. അല്ല, അപ്പൊ നിനക്ക് ഡ്രസ്സ് വേണ്ടേ പ്രതാപ? എന്റെ കാര്യം സാരമില്ല ചേച്ചി. ഞാനങ്ങനെ അധികം പുറത്തൊന്നും പോവാറില്ലല്ലോ. എന്നാലും പ്രതാപ അത് ചേട്ടാ, അത് പിന്നെ കഴിഞ്ഞ 1-2 മാസമായിട്ട് മില്ലിലെ ബിസിനസ് തീരെ കുറവായിരുന്നു. ഓ, ഓണത്തിന് തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കാൻ പോലും എവിടെന്നെങ്കിലും മറിക്കേണ്ട ഗതികേടില്ല. അവർക്കെല്ലാവർക്കും ബോണസ് കൊടുക്കണം. അവരതൊക്കെ പ്രതീക്ഷിച്ചിരിക്കും. അത് മുടങ്ങാൻ പാടില്ല. എന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നേനെ. കണ്ടില്ലേ, ഓണത്തിന് വീട്ടിലുള്ളവർക്ക് ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ പോലും എനിക്കിപ്പോ നിവൃത്തിയില്ല. അച്ഛൻ വിഷമിക്കണ്ട. ഞങ്ങൾക്കാർക്കും ഒരു വിഷമവും ഇല്ല. അച്ഛാ, എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? സദ്യയൊന്നും ഇല്ലെങ്കിലും ചോറും 1-2 കറിയും കൂട്ടി അച്ഛനോടൊപ്പം ഇരുന്ന് കഴിക്കാൻ പറ്റുമല്ലോ. അതാ എന്റെ ഏറ്റവും വലിയ സന്തോഷം. മോനെ, എന്താ സർ? നിന്നോടൊരു കാര്യം അച്ഛന് പറയാനുണ്ട്. എന്തിനാ അച്ഛൻ മുഖപുര? അച്ഛൻ പറയേ. രാധമ്മയും എന്റെ പൊന്നും കൊടുത്ത മകള് പ്രിയയും ഇതറിയാൻ പാടില്ല. എടാ മോനെ, ഓണമാണ്. വർമ്മ സാറിന്റെയും കുടുംബത്തിന്റെ അവസ്ഥ മോനറിയാലോ. ആരൊക്കെ എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയാലും നിന്റെ ഭാര്യയാണ് ഋതിക മോള്. അറിയാച്ചാ. ഇവിടെ ഓണാഘോഷിക്കുന്ന പോലെ അവർക്ക് ഓണാഘോഷം ഉണ്ടാവണം. അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവര് പോലും അറിയാതെ അവിടുത്തെ കാര്യങ്ങൾ കൂടി മോൻ ചെയ്യണം. എന്റെ മനസ്സിലുണ്ടായിരുന്നു. അച്ഛനെ ഓർമ്മിപ്പിച്ചപ്പോ കുറച്ചും കൂടി ധൈര്യമായി. ഞാനത് വേണ്ടതുപോലെ ചെയ്തോളാം. അതെ, ഈ പൂവിന്റെ അറേഞ്ച്മെന്റ്സ്, പിന്നെ അകത്തെ അറേഞ്ച്മെന്റ്സ്, അതെല്ലാം നീ തന്നെ നോക്കിക്കോണം കേട്ടോ. ചെല്ല്. രാവിലെ ഇത് ആരുടെ മെനക്കെടുത്താൻ വേണ്ടി? ഒയ്യോ, MD. ഹലോ സാറാ. സ്വാമി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ ചില കാര്യങ്ങൾ പറയും, സ്വാമി അതുപോലെ അങ്ങ് ചെയ്യണം. ശരി. സാറ് പറഞ്ഞോ, അത് ഞാൻ ഇപ്പൊ ചെയ്തെന്ന് ചോദിച്ചാൽ മതി. ശരി, ഓക്കെ. മലയാളികളെല്ലാവരും ഓണാഘോഷിക്കുന്നു. കേരളത്തിൽ ഒരു വീട്ടിൽ പട്ടിണിയാണെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിലെ ആഘോഷത്തിനും സന്തോഷത്തിനും എന്താ അർത്ഥം? മലയാള നാട്ടിൽ ആരും പട്ടിണി കിടക്കരുതെന്ന് ആഗ്രഹിച്ച ഒരു ചക്രവർത്തി വിരുന്നു വരുന്ന ദിവസാ ഇന്നും നാളെ. ആരെങ്കിലും ഒരാൾ പട്ടിണിയാണെന്ന് അറിഞ്ഞാൽ മതി, അങ്ങേരെല്ലാവരും ശപിച്ചു കളയും. അത് ഞാൻ ചെയ്തോളാം അച്ഛാ. ശരി എന്നാ.
അല്ലെങ്കിലും അത് ശരിയല്ലേ? ആ, അതെ. ഈ കലപിലെ വർത്തമാനം ഒന്ന് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ടായിരുന്നു. ആ അല്ല, എനിക്കല്ലേ സംസാരിക്കാനുള്ളത്. ഇന്നത്തെ ഓണാഘോഷത്തെക്കുറിച്ച് നമ്മുടെ റോഷ്നി മാഡം നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. പറഞ്ഞോളൂ മാഡം. ഓണാഘോഷം നമുക്ക് ഗംഭീരാക്കണം. അതെ തന്നെ, അതെ തന്നെ. അത് നമുക്ക് തകർക്കണം. ഞാന് നേരത്തെ KNK കമ്പനി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നേ. അവിടുത്തെ ഓണാഘോഷത്തിന് പെണ്ണുങ്ങളുടെ വാൾപ്പയറ്റ് മത്സരം വരെ ഉണ്ടായിരുന്നു. ഒടുവിലേതാ അടിപിടിയൊക്കെ ആയി. മാഡം മാഡം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ചെറു വിവരണം ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കും മാഡം. അതിനെന്താ, ഞാനൊരു കാര്യം പറയാൻ പോകുമ്പോ ഇങ്ങനെ ടെൻഷനോട് പുറത്തേക്ക് നോക്കുന്നേ? ഹൃതികയെ കണ്ടില്ലല്ലോ എന്ന് നോക്കിയതാ മാഡം. ഓ, ഋതിക വന്നില്ലെങ്കിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കില്ലല്ലേ? അങ്ങനെ പറഞ്ഞതല്ല മാഡം. ഓണാഘോഷമല്ലേ, കലാപരമായ കഴിവുകളൊക്കെ ഹൃതികയ്ക്കാ ഉള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഋതിക മാഡത്തെ പൊക്കി പറഞ്ഞ ഇവക്ക് അസൂയ കൊണ്ട് കുരു പൊട്ടും. ആ, ഋതിക മാഡമൊക്കെ വരും. അതിനു മുമ്പ് ഈ മാഡം പറയുന്നത് നിങ്ങൾ എല്ലാവരും കൂടെ ഒത്തൊരുമയോടുകൂടി ഒന്ന് കേക്ക്. മാഡം സേ അല്ല, പറഞ്ഞോളൂ എന്ന്. ഈ ഋതിക എല്ലാവരെയും മൈക്ക് കൈവശം വെച്ചിരിക്കുവാണല്ലോ. ആ, കൃത്യസമയത്ത് തന്നെ ഋതിക മാഡം വന്നല്ലോ. ആ, കൂടെ പല്ലവി മാഡം ഉണ്ടല്ലോ. നിങ്ങളെന്താ ഇത്ര ലേറ്റ് ആയത്? ഞങ്ങളെ ലേറ്റ് ആയില്ലല്ലോ, ടൈം ആവുന്നല്ലേ ഉള്ളൂ. ഇന്ന് നമ്മുടെ ഓണാഘോഷമാ. ചില മത്സരങ്ങളൊക്കെ ഉണ്ട്. അത്തപ്പൂക്കള മത്സരമാണ് പ്രധാനം. പിന്നെ ഡിസൈനിങ് കമ്പനികൾക്കിടയിൽ ഒരു മത്സരം ഉണ്ടാവും. ഡിസൈനേഴ്സ് പൂക്കളം ഡിസൈൻ ചെയ്യണം. മികച്ച ഡിസൈനറെ നമ്മുടെ രാജീവ് സാറ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത ഡിസൈന് എല്ലാവരും ചേർന്ന് പൂക്കളമാക്കി ഒരുക്കും. ആ പൂക്കളം പിക്കെടുത്ത് അയക്കും. മികച്ച പൂക്കളത്തിന് ഒരു പ്രൈസ് ഉണ്ടാവും. ഡിസൈൻ ചെയ്യാൻ ഋതിക വലിയ മിടുക്കിയ. ഋതിക ഡിസൈൻ ചെയ്യും. ആ, അപ്പോ മാഡം ഡിസൈൻ ചെയ്യും. അതായിരിക്കും നന്നായിരിക്കുന്നത്. ആരും ഇവിടെ ആരും എൻകറേജ് ഒന്നും ചെയ്യണ്ട. ചെയ്യാൻ ആഗ്രഹമുള്ളവർ മാത്രം ചെയ്താൽ മതി. പിന്നൊരു പ്രത്യേക അറിയിപ്പ്: ഡിസൈനിൽ ആരും അവരവരുടെ പേര് വെക്കരുത്. ഒമ്പടി പാഷാണത്തി കൃമി. അവളുടെ പേര് കണ്ട് രാജസാറ് സെലക്ട് ചെയ്യാതിരിക്കാനുള്ള അവളുടെ ഒരു അടവേ. വിഷത്തിൽ പൊതിഞ്ഞ കുരുട്ടടക്കാനാ. ഓ, നമ്മുടെ MD എത്തിയല്ലോ.